ഡാളസിലെ AT&T സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച അത്യന്തം ആവേശകരമായ നിമിഷം. മത്സരം തുടങ്ങും മുമ്പ് ലോകത്തിലെ സകല ഫുട്ബോൾ പണ്ഡിതന്മാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഫ്രാൻസ് ജയിക്കും, എംബാപ്പെ തകർക്കും. എന്നാൽ ചരിത്രം തിരുത്തി എഴുതാൻ തീരുമാനിച്ചുറപ്പിച്ചാണ് ലാറോജ ഇന്ന് ബൂട്ടണിഞ്ഞത്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഫ്രഞ്ച് പടയെ തവിടുപൊടിയാക്കി സ്പെയിൻ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുമ്പോൾ ഡാളസിലെ ഗാലറികൾ ഒന്നടങ്കം ആർത്തു വിളിക്കുകയായിരുന്നു. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഫ്രാൻസ് ഒരു ചെറിയ മുന്നേറ്റത്തിന് ശ്രമിച്ചു. അഡ്രിയൻ റാബിയറ്റിന്റെ ആ ലോങ് റേഞ്ചർ ഒരിക്കൽ കൂടി ബാറിന് മുകളിലൂടെ പറന്നുപോയപ്പോൾ ഫ്രഞ്ച് ആരാധകർ നെറ്റി ചുളിച്ചു. പക്ഷേ കഥ മാറാൻ അധികം സമയമെടുത്തില്ല. 10-ാം മിനിറ്റിൽ തന്നെ റാബിയറ്റ് മഞ്ഞക്കാർഡ് വാങ്ങി പ്രതിരോധത്തിലായതോടെ ഫ്രാൻസിന്റെ ആവേശം കെട്ടടങ്ങി. പിന്നീട് കണ്ടത് ഫ്രഞ്ച് മധ്യനിരയുടെ ദയനീയ തകർച്ചയായിരുന്നു. പ്ലേമേക്കർ മൈക്കിൾ ഒലീസെ താളം കണ്ടെത്താൻ പാടുപെട്ടു. മൈതാനത്ത് ഫ്രഞ്ച് താരങ്ങൾ പരസ്പരം നോക്കി പകച്ചു നിൽക്കുമ്പോൾ കൃത്യമായ ഷോർട്ട് പാസുകളിലൂടെ സ്പാനിഷ് മിഡ്ഫീൽഡ് കളം നിറഞ്ഞു. എംബാപ്പയെ സ്പാനിഷ് പ്രതിരോധം പൂട്ടിക്കെട്ടിയതോടെ ഫ്രാൻസ് പൂർണ്ണമായും നിസ്സഹായരായി. ആ കാത്തിരിപ്പിന് വിരാമമിട്ട് 22-ാം മിനിറ്റിൽ ആ നിമിഷമെത്തി. സ്പാനിഷ് വിസ്മയം ലാമിൻ യമാലിന്റെ മാരകമായ ഒരു റൺ. ബോക്സിനുള്ളിലേക്ക് കുതിച്ചു വന്ന യമാലിനെ തടയാൻ ഫ്രഞ്ച് പ്രതിരോധ താരം ലൂക്കാസ് ഡൈനിന് ഫൗൾ ചെയ്യേണ്ടി വന്നു. റഫറിയുടെ വിസിൽ മുഴങ്ങി. പെനാൽറ്റി. മുഴുവൻ ഫുട്ബോൾ ലോകത്തിന്റെയും കണ്ണ് ആ പെനാൽറ്റി ബോക്സിലേക്ക് നീണ്ടു. കിക്കെടുക്കാൻ വരുന്നത് മിഗേൽ ഒയർസബാൽ. അതിസമ്മർദ്ദ ഘട്ടത്തിലും ഒയർസബാലിന് ഒട്ടും പിഴച്ചില്ല. കീപ്പർ മൈഗനെ കാഴ്ചക്കാരനാക്കി പന്ത് വലയുടെ കോണിലേക്ക് അടിച്ചു കയറ്റി. ടൂർണമെന്റിലെ ഒയർസബാലിന്റെ 5-ാം ഗോൾ. സ്പെയിൻ 1 ഗോളിന് മുന്നിൽ. 2-ാം പകുതിയിൽ ഫ്രാൻസ് തിരിച്ചടിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. കളം ഭരിച്ചത് അതിവീരത്തോടെ കളിച്ച സ്പെയിൻ മാത്രമായിരുന്നു. ലാമിൻ യമാൽ 2 തവണ ഫ്രഞ്ച് വല കുലുക്കിയെങ്കിലും ഓഫ്സൈഡ് വിധി വില്ലനായി മാറി. പക്ഷേ സ്പാനിഷ് പടയോട്ടം അവിടെയും നിന്നില്ല. 58-ാം മിനിറ്റിൽ ഫ്രഞ്ച് പ്രതിരോധത്തിന്റെ നെഞ്ചകം തകർത്ത് സ്പെയിൻ അടുത്ത പ്രഹരം ഏൽപ്പിച്ചു. ഡാനി ഓൽമയുടെ അതിമനോഹരമായ ഒരു ലോങ് പാസ് പന്ത് സ്വീകരിച്ച പെഡ്രോ പെറോ ഒരൊറ്റ ഷോട്ടിലൂടെ ഫ്രഞ്ച് വല തുളച്ചു. സ്പെയിൻ 2 ഗോളുകൾക്ക് മുന്നിൽ. അതോടെ ഫ്രഞ്ച് പടയുടെ പതനം അവിടെ പൂർത്തിയായി. കളി അവസാനിക്കുമ്പോൾ ചരിത്രമെഴുതി സ്പെയിൻ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ഇനി കലാശപ്പോര്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന 2-ാം സെമിയിലെ വിജയികളെയാണ് സ്പെയിൻ ഫൈനലിൽ നേരിടുക. ഈ അജേയമായ പ്രതിരോധവും മൂർച്ചയേറിയ ആക്രമണമായി വരുന്ന സ്പെയിനെ തളയ്ക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അതോ ലാറോജ വീണ്ടും ഒരു ലോക കിരീടത്തിൽ മുത്തമിടുമോ?